എപ്പോഴും നമ്മൾ പത്തിരിയും ചപ്പാത്തിയും കഴിക്കാതെ നമുക്ക് പൊടികൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 തരം ദോശയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ആട്ടപ്പൊടി വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ദോശയാണ് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലെൻഡറിലോട്ട് 1 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് സെയിം 1 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഇത് പാത്രത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. എളുപ്പത്തിന് വേണ്ടിയിട്ട് ബ്ലെൻഡറിൽ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ അതുപോലെ ആട്ടപ്പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കെല്ലാം പാത്രത്തിൽ മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതന്നെ നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു പാൻ നല്ല ചൂടായ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും മാവ് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് വേവിക്കാൻ നിൽക്കണ്ട. മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് തിരിച്ചിടാൻ പാകത്തിനൊന്ന് കുക്കായി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ സൈഡിലോട്ടും മുകൾ ഭാഗത്തോട്ടൊക്കെ ഒരിച്ചിരി നെയ്യ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിത് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മളിത് മാറ്റുന്നത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോഴൊക്കെ ചെറുതായിട്ടിങ്ങനെ കുമിള പോലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കേണ്ട. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുമിള പോലെ വന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മാവ് ഇട്ട് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ. എന്നാലേ ഈ ഒരു കുമിള പോലൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ വന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശ. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ. നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. മാവൊക്കെ ഒന്ന് കലക്കിയെടുത്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ദോശ. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. ചൂടോടെ കഴിക്കുന്നെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇനിയിപ്പോൾ ചൂടാറിയാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് നമ്മൾ ആദ്യം മാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചാൽ മതി. പിന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് കൊടുത്തു വിടാനാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ്. രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴാണെങ്കിലൊക്കെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറി കൂട്ടി കഴിക്കാം. കറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ദോശയാണ്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി നമുക്ക് റവ വെച്ചിട്ടൊരു മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നൈസ് പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടിയാണ്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടി റൈസ് ഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട്, വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം. അപ്പോൾ ഇത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 4 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇതുപോലെ കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്, തിക്കായിട്ടുള്ള മാവല്ല. അപ്പോൾ ഇതിലോട്ട് വെള്ളം ചേർക്കുമ്പോൾ ആദ്യം തന്നെ മൊത്തത്തിൽ അങ്ങ് ചേർക്കാതെ ഇതുപോലെ കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിലോട്ട് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 4 കപ്പ് വെള്ളം നല്ല പാകത്തിനുള്ള അളവാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്, ഇത്രയും ലൂസായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയിൽ അരിഞ്ഞത്. അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പകുതി ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 പച്ചമുളക് എടുക്കാം. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം.
പിന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് ഒരു 15 മിനിറ്റൊക്കെ എന്തായാലും മാറ്റി വെക്കാം കേട്ടോ. 15 മിനിറ്റ് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. റവ ഒക്കെ ചേർത്തുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്, പറ്റുമെങ്കിൽ അരമണിക്കൂർ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് എന്തായാലും മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ കുറച്ച് നേരം വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറി അങ്ങനെയൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴും ഓരോ തവി മാവ് നമ്മൾ ഓരോ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓരോ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ നല്ല ചൂടായ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മാവ് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലായിടത്തേക്കും കവറാകുന്ന രീതിയിൽ നല്ലോണം കട്ടിക്ക് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് തിന്നായിട്ട് തന്നെയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി മുകൾ ഭാഗം കുക്കായി വരുമ്പോൾ നമുക്കിത് മാറ്റാം. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഇത് മാറ്റുന്നത്. തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയാൽ മതി. ഇപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്ത കൊണ്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ദോശയാണ്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ മാവിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഓരോ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴും മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ആ ഒരു കാര്യം മറക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചമ്മന്തിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ രാവിലെ ഇനി എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഇടയ്ക്ക് ഓരോ ദിവസവും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി റവ വെച്ചിട്ട് ഒരു സോഫ്റ്റ് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/2 കപ്പ് തൈരാണ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയും 1/4 കപ്പ് അവിലും 1/2 കപ്പ് തൈരുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് വെള്ളം ഏകദേശം ഈ ഒരു സമയത്ത് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമ്മളൊരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ അവിലും റവയും ഒക്കെ ചേർത്ത് കൊടുത്തതൊക്കെ. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് ഇനി 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യം 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായി. ഇനി ഈ ഒരു സമയത്തും 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഏകദേശം ഇതിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പരുവം കുറച്ച് തിക്കായിട്ടുള്ള മാവ് തന്നെയാണ് വേണ്ട, ലൂസായിട്ടുള്ള മാവല്ല. നമ്മൾ തട്ട് ദോശയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു രീതിയിൽ. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് തൈരും എന്ന രീതിയിൽ. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ ഇതിലോട്ട് മാവ് ഇതുപോലെ ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഒരു റൗണ്ട് രീതിയിലൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. നമ്മളിത് തട്ട് ദോശ പോലെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇതാവുന്ന ദോശയല്ല ഇത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തവി കൊണ്ട് ആക്കിയെടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി. ഹോൾസൊക്കെ വരുമ്പോൾ ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല ഫുള്ള് ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ്. ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മുമ്പ് ഈസ്റ്റൊക്കെ ചേർത്തിട്ട് റവ വെച്ചിട്ടും ആട്ടപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിന്. ഇതിപ്പോൾ ഈസ്റ്റൊന്നും ചേർക്കാതെ നമ്മൾ റവയും അവിലും തൈരുമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക. ഇങ്ങനെ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഒരു ഇച്ചിരി കൂട്ടുക. പിന്നീട് ഏറ്റവും ഫ്ലെയിം കുറച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഹോൾസൊക്കെ വന്ന ശേഷം മൂടി വെച്ചിട്ട് ഇതുപോലെ മുകൾ ഭാഗം കുക്കായി വരുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പമാണിത്.
അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് റവ വെച്ചിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ഭാഗം സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും, പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ല, ഇത്രയും തിക്ക് വേണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പാകത്തിനുള്ള അളവ് തന്നെയാണ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ, നല്ല തവയോ നല്ല ചൂടായ ശേഷം മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യം. എന്നിട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. വലിയ തവയാണെങ്കിൽ നമുക്ക് 3-4 എണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് ഒരു സൈഡ് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചുമിട്ട് 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചുമിട്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുത്താൽ മതി. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ല, ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. എണ്ണയിൽ പൊരിച്ചെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. നെയ്പ്പത്തിലൊക്കെ നമ്മൾ പൊങ്ങി വരാത്ത നെയ്പ്പത്തിലൊക്കെ ഉണ്ടാവില്ല, ഏകദേശം ആ ഒരു ടേസ്റ്റാണ്. നമ്മൾ ജീരകം അതുപോലെ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാം എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്